അങ്ങനെ ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ എറണാകുളം കൊച്ചിയിലുള്ള ക്യൂൻസ് വേ പാർക്കിലാണ്. അതായത് നമ്മുടെ പുതിയ മുഖം എന്ന് വേണം പറയാം. ഇവിടെ ഇന്ന് കഴിഞ്ഞാൽ സൂര്യാസ്തമയം കാണാം. എന്തായാലും ഈവനിങ് ടൈമിൽ വന്നുകൊണ്ട് ഒരടിപൊളി സൂര്യാസ്തമയം കാണാൻ പറ്റി കേട്ടോ. അതും കായലിന്റെ തീരത്ത്. ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ കായലിന്റെ തൊട്ടടുത്ത് നിന്ന് ഒരു സൂര്യാസ്തമയം കാണുന്നത്. കടലിന്റെ അടുത്ത് പോയി ഇന്ന് ഒരുപാട് പ്രാവശ്യം സൂര്യാസ്തമയമൊക്കെ കണ്ടിട്ടുണ്ട്. രണ്ട് ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാറ്റ് ഇവിടെ നിന്നിട്ട് കുമ്മുകുമാന്ന് ഇങ്ങനെ അടിച്ചോണ്ടിരിക്കുവാണ്. ഓ, ഇതെങ്ങനെ വർണ്ണിക്കണമെന്ന് എനിക്കറിയത്തില്ല. കൂടാതെ ഒരുപാട് ഫ്ലാറ്റുകൾ ഈ കായലിന്റെ തീരത്ത് റോഡ് അരികിലുമായിട്ട് നമുക്ക് കാണാൻ പറ്റും. കണ്ട, ഇവിടെ വന്നുകൊണ്ട് ഇതൊക്കെ കാണാൻ പറ്റി കേട്ടോ. എറണാകുളംകാർക്ക് സുപരിചിതമായിട്ടുള്ള ഒരു അടിപൊളി സ്ഥലമാണിത്. അവരോട് ഇക്കാര്യം പറയേണ്ട ആവശ്യമേ ഇല്ല. പക്ഷെ ഒരാലപ്പുഴക്കാരിയായ ഞാൻ ഈ സ്ഥലം കാണുന്നത് ആദ്യമായിട്ടാണ് കേട്ടാ. ഇത് കാണുമ്പോ നിങ്ങൾ ചിലർക്കെങ്കിലും തോന്നാം ഇവിടെ ഒന്ന് വരണമെന്ന്. അത്രയ്ക്ക് അടിപൊളിയാണ്. ഇത് നമ്മുടെ എറണാകുളം ഹൈക്കോർട്ട് പൊട്ടിച്ചട്ടിയുടെ അടുത്തായിട്ട് നമ്മുടെ ഗോസരി പാലം ഫസ്റ്റ് ചാത്യാട്ട് റോഡ്, നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും കേട്ടോ. പച്ചാള റോഡ് അതിൻ്റെയൊക്കെ അടുത്തായിട്ട് വരും. മറൈൻ ഡ്രൈവ് സെക്കൻഡ് പാർട്ട് എന്നാണ് ഇനി പറയുന്നത്. ക്യൂൻസ് വാക്ക് വേ എന്നും പറയും. എന്തായാലും അടിപൊളിയാണ്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഉഗ്രൻ സ്പോട്ടാണ് ഇത് കേട്ടോ. ഒരുപാട് പേരാണ് ഇവിടെ വന്ന് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുക്കാൻ വേണ്ടി വരുന്നത്. നല്ല തിരക്കാണ് കാണുന്നത്. നോക്കിക്ക് എന്ത് അടിപൊളിയാണ്. ഇത് റോഡിന്റെ ഒരു സൈഡ് മൊത്തം ഇതുപോലെ കായൽ തീരമാണ്. അവിടെയൊക്കെ നമുക്ക് നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റിയ ഒരുപാട് സജ്ജീകരണങ്ങളാണ് അവർ ചെയ്തിട്ടേക്കുന്നത് കേട്ടോ. ഫോട്ടോഷൂട്ടിന് പറ്റിയ ഒരു ഏരിയ തന്നെ ഉണ്ട് കേട്ടോ. ഇവിടെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഭയങ്കര തിരക്കാണ്. അയില കൊച്ചി കണ്ടപ്പോ എനിക്കും ഒരു മോഹം ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാൻ. അങ്ങനെ ഞാനും എടുത്തൊരു ഫോട്ടോ കേട്ടോ. എന്ത് രസമാണെന്ന് നോക്കിയേ. അങ്ങനെ ഞാൻ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴാണ് സ്ട്രീറ്റ് ഫുഡിന്റെ ഒരു ഏരിയ കണ്ടത്. നല്ല അടിപൊളി ഫ്രഷ് ജ്യൂസ് ഒക്കെ ഉണ്ടാക്കുന്നത് കണ്ടോ. ഹിന്ദി നാട്ടിലെ മിഷൻ ഉണ്ടല്ലോ, ചിലർക്കെങ്കിലും അറിയാമായിരിക്കും. മുസംബിയൊക്കെ ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മളിങ്ങനെ വെച്ചിട്ട് കറക്കുമ്പം ജ്യൂസ് വരുന്നത്. അങ്ങനത്തെ ഫ്രഷ് ജ്യൂസാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ. കൂടാതെ ഫുഡിന്റെ ഒരു ലോകം തന്നെ ഉണ്ട്. ഫുഡീസിന് പറ്റിയ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ് കേട്ടോ. ഞാൻ ജീവിതത്തിൽ കാണാത്ത ഫുഡൊക്കെ ഇവിടെ ഉണ്ട്. ചിലതൊന്നും ഞാൻ കഴിച്ചിട്ടേ ഇല്ല. പാനിപ്പൂരിയും ഐസ്ക്രീമും സ്നാക്സും ടീയും കരിക്കും എന്ന് വേണ്ട എല്ലാം ഇവിടെ കിട്ടും. എന്തായാലും അടിപൊളിയാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടൊക്കെ വരാൻ പറ്റിയ ഒരു ഉഗ്രൻ സ്പോട്ടാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും മിസ് ചെയ്യരുത്. അങ്ങനെ ഇതൊക്കെ കണ്ടപ്പോൾ ഞാൻ വളരെയധികം ഹാപ്പി ആയിട്ട് വീണ്ടും അതിന്റെ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുവാണ് കേട്ടോ. ഒരു സൈഡിൽ മാത്രമല്ല ഇങ്ങനെ ഒരു പാർക്ക് പോലെ കെട്ടിയിട്ടേക്കുന്നത്. ഈ റോഡിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ ഇത് മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. മോർണിംഗ് ടൈമിലൊക്കെ വാക്കിങ്ങിനും സൈക്ലിങ്ങിനും ജോഗിങ്ങിനുമായിട്ട് ഒരുപാട് പേര് ഇവിടെ വരാറുണ്ട് കേട്ടോ. ജിമ്മ് ചെയ്യേണ്ടവർക്ക് ജിമ്മും ചെയ്യാൻ കേട്ടോ. അതിനുള്ള സജ്ജീകരണങ്ങളൊക്കെ അവര് ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും ഞെട്ടിപ്പോകും കേട്ടോ. ചൂണ്ടയിടേണ്ടവർക്ക് ചൂണ്ടയും ഇടാം. അവിടെ ഇവിടെയൊക്കെയായിട്ട് ഓരോരുത്തർ നിന്ന് ഇങ്ങനെ ചൂണ്ടയിടുന്നുണ്ട്. ചിലർക്ക് ചൂണ്ടയിടുന്നത് ഒരു ഹോബി തന്നെയാണ് കേട്ടോ. സ്വദേശികളും വിദേശികളുമായിട്ടുള്ള ഒരുപാട് ആൾക്കാർ അവിടെ ഇവിടെയൊക്കെയായിട്ട് ഇരിക്കുന്നത് കാണാം. ഇരിക്കാനുള്ള സജ്ജീകരണങ്ങളും ചെയ്തിട്ടിട്ടുണ്ട്. എന്തായാലും അടിപൊളി. കാറ്റൊക്കെ കൊണ്ട് ഈ കായൽ തീരത്ത് ഇരിക്കാൻ തന്നെ ഒരു ഭാഗ്യം വേണം കേട്ടോ. പിന്നെ കൈവരിയൊക്കെ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ പിടിച്ചിട്ട് നമുക്ക് കായലിലോട്ട് നോക്കിയൊക്കെ ഇങ്ങനെ നിൽക്കാം. എന്തായാലും അടിപൊളിയാണ്. കുറെ മരങ്ങൾ നിപ്പുണ്ട് കേട്ടോ. നല്ല തണല് തരുന്ന മരങ്ങളാണ്. ഇപ്പോഴൊന്നും ഈ മരങ്ങളൊന്നും ഇല്ലെന്നാ പറയുന്നത്. ഇതിന്റെ പേരെന്തൊക്കെയാ പറയുന്ന കേട്ട് എനിക്ക് അറിയാത്ത പേരാണ് കേട്ടോ. ഞാൻ കാണാത്ത മരങ്ങൾ. ആർക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് തരും കേട്ടോ. അങ്ങനെ ഞാൻ മുന്നോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുവാണ്. ഒരുപാടുണ്ട് കേട്ടോ കാണാൻ. എത്ര കണ്ടാലും നമുക്ക് മതി വരത്തില്ല. അടിപൊളിയാണ് കേട്ടോ. കുട്ടികൾക്ക് വന്ന് കളിക്കാനൊക്കെ പറ്റിയ സ്ഥലമാണ്. ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ വരാൻ ആര് കണ്ടാലും ഇഷ്ടപ്പെടും കേട്ടോ. കൂടുതലും ഈവനിങ് ടൈമിൽ വരുന്നത് നല്ലത്. നല്ലൊരു സായാഹ്നമായിരിക്കും നിങ്ങൾക്ക് ഇവിടുന്ന് കിട്ടുന്നത് കേട്ടോ. അതൊരിക്കലും നിങ്ങൾ മിസ് ചെയ്യരുത്. വരാത്തവരുണ്ടെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇവിടെ വരണം, കാണണം. അത്രയ്ക്ക് അതിമനോഹരമാണ്.
വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. എത്ര നടന്നിട്ടും കണ്ടിട്ടും തീരുന്നില്ല കേട്ടോ, അത്രയ്ക്കുണ്ട്. ഇനി എത്രയോ കിലോമീറ്റർ നമുക്ക് നടക്കാനുണ്ട്. അവിടം വരെ ഒന്നും ഞങ്ങൾ പോകുന്നില്ല, കുറച്ച് ദൂരമൊക്കെ നടന്ന് ഇതൊക്കെ കണ്ട് ഇനി കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് വേണം തിരിച്ചു പോകാൻ. എന്തായാലും തസ്മീൻ അറിയുന്ന സ്ഥലമാണ് കേട്ടോ. പക്ഷെ തസ്മീർ ഇവിടെ വന്ന് ഇരുന്നിട്ടൊന്നുമില്ല, ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. എറണാകുളം ഭാഗത്തോട്ടൊക്കെ ഞാൻ ഇടയ്ക്കൊക്കെ വന്നിട്ടുള്ളൂ, ചില സ്ഥലങ്ങൾ മാത്രമേ എനിക്ക് അറിയത്തുള്ളൂ കേട്ടോ. പക്ഷെ തസ്മീറിന് എറണാകുളത്തുള്ള കുറേ സ്ഥലങ്ങൾ അറിയാം. എന്തായാലും ഇവിടെ വന്നത് ഒരു നല്ല കാര്യമായിട്ടാണ് തോന്നുന്നത്. നല്ല ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് കേട്ടോ. പണ്ട് കുഞ്ഞിലെയൊക്കെ ഞാൻ പറയുമായിരുന്നതേ, ഞാൻ മാത്രമല്ല നിങ്ങളും ഒക്കെ പറഞ്ഞു കാണും അല്ലെ, അമ്പിളിയമ്മാവ നമ്മുടെ തലയുടെ മുകളിൽ കൂടെ ഇങ്ങനെ വരുന്നത്, നമ്മൾ പോകുന്നിടത്തൊക്കെ വരുന്നത്. ദേ എനിക്കിപ്പൊ അങ്ങനെ തോന്നുവാണ് കേട്ടോ. ഞാൻ അവിടെ നിന്നപ്പം അമ്പിളിയമ്മാവൻ അവിടെ വന്നു, ഇവിടെ വന്നപ്പം ഇവിടെയും വന്നു. എന്ത് അടിപൊളി കാഴ്ചയാണ് അല്ലേ, ഒരു രക്ഷയില്ല. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നത്. ടാറ്റാ ബൈ ബൈ, സീ യു.